കൊണ്ടുവന്ന് എനിക്ക് തന്നെ സൈഡ് പൊട്ടിക്കണം അല്ലേ? പിന്നെ വലിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. ഇങ്ങനെയാണ് വലിക്കാം അല്ലേ? നമുക്ക് വളരെ എളുപ്പത്തിൽ പൊളിച്ചെടുക്കാൻ പറ്റും. ബ്രാല് നല്ല വഴുവഴുപ്പുള്ള മീനാണ്. അപ്പോൾ ചാരത്തിൽ നല്ലോണം നമ്മൾ പൊതിയണം ചാരം. അതിനുശേഷം സൈഡൊന്ന് പൊട്ടിച്ചിട്ട് ചുറ്റും നമുക്കതിൻ്റെ തൊലി ഒരു വളയം പോലെ ഇങ്ങനെ എടുക്കണം. എന്നാലും നമ്മൾ ബ്രാല് എന്ന് പറയുമ്പോൾ ബ്രാല് പോലെ എന്ന് പറയുന്നത് അതിൻ്റെ വഴുവഴുപ്പുള്ള കാരനാണ്. വരാല് പോലെ വഴുതിപ്പോയി എന്ന് പറയില്ലേ, അതാ അങ്ങനെ വരുന്നത്. അത്രയും വഴുവഴുപ്പുള്ള മീനത്. അപ്പോൾ നമ്മളൊരു ബ്രാലിനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ തലഭാഗം മാത്രമാണ് അത്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. വല്ലാത്ത പടച്ചിലവൻ. പിന്നെ കല്ലിലിട്ട് ഉരയ്ക്കേണ്ട ആവശ്യമില്ല അല്ലേ? കല്ലിലിട്ട് ഉരച്ചാൽ അത്ര കണ്ട് വൃത്തിയാവും. നമുക്ക് മനസ്സിനൊരു തൃപ്തിയാവില്ല. ഇതാവുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിന് തൃപ്തിയാവും. കാരണം അതിൻ്റെ വേസ്റ്റ് മൊത്തം പോകുമല്ലോ, കറുപ്പ് മൊത്തം പോകും. ഇനി ഒന്ന് ഒരു പുളിവെള്ളത്തിലിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല ഇതാവും. അത് മാറ്റി വയ്ക്കാം. കേട്ടോ, പുളിവെള്ളം പുളിവെള്ളം മതി. ഒന്നുകൂടി കുതിർത്തത്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു 10 മിനിറ്റ് ഇട്ട് വെച്ചാൽ മതിയാവും അല്ലേ? 10 മിനിറ്റ് മതി. കുഞ്ഞിതാന്നൊരു വലിയ തൊലിക്ക് വലിയ കട്ടിയില്ല അല്ലേ? സുഖമായിട്ട് പോരുന്നുണ്ട്. ചിലപ്പോൾ മാംസം അടക്കം പോരും ചെയ്യും. അത് ഇതിൻ്റെ ഒരു കുഴപ്പമാണ്. ചെറുതാകുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാംസം കൂടുതൽ കയറിപ്പോയാൽ മാംസം അടക്കം പോരും. പുളിവെള്ളത്തിലിട്ടാലോ? അപ്പോൾ വലിയ ബ്രാലുണ്ടാവുമല്ലോ അവിടെ? വലിയ ബ്രാലുകൾ ഉണ്ടതുകൊണ്ട് പക്ഷെ നമുക്ക് സമയം എടുത്ത് പോയി പിടിക്കാൻ പറ്റണം. ചൂണ്ട വേണം. നമുക്കാണ് ചൂണ്ടാൻ പോണതൊന്ന്. അത്ര വൃത്തിയായി. ഇനി ഒരു പ്രാവശ്യം കൂടി നമുക്ക് ഉപ്പിട്ട് 2 പ്രാവശ്യം ഒന്ന് ഒലിമ്പാം. അപ്പോൾ പിന്നെ മുഴുവൻ വൃത്തിയായിട്ട് കിട്ടും. ഇപ്പോൾ ചാരം ഇരിക്കുന്നതിൻ്റെയാണ്. നമുക്കിനി അത് മാറ്റി പുളിവെള്ളം കളയാം. അതിൽ ചാരത്തിൻ്റെ അംശങ്ങളുള്ള കാരണമാണ് അങ്ങനെ. അപ്പോൾ നന്നായിട്ട് വൃത്തിയായി. കൈയുടെ ഇതിലൊക്കെ ചാരം കയറിയിരിക്കണേ.
അത്യാവശ്യം നന്നായിട്ട് മുരിയണം അല്ലേ? നന്നായിട്ട് പൊരിഞ്ഞിട്ട് മാഷേ പിന്നെ മാറ്റാം. എത്ര നാളായി ഇപ്പോൾ ബ്രാലി കഴിച്ചിട്ട്? ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. കുറേ ആയില്ലേ? ഇതിപ്പോ ചെറുതല്ല, ടേസ്റ്റ് ഉണ്ട് അതിന്. അത് നമ്മൾ തോല് പൊളിച്ച് കളഞ്ഞില്ലേ? എല്ലൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ തൊമ്മാന പാടത്ത് നമുക്ക് പിടിച്ചതന്നെ ഒരു ചെറിയ സ്മെല്ല് വ്യത്യാസം ഉണ്ടാവാം. പിന്നെ അങ്ങനെ ഒന്നുമില്ല.